ഇന്ന് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കുന്നത് ഒരു എക്സിബിഷൻ വരുമ്പോഴോ ഇല്ലെങ്കിൽ അവരുടെ നാട്ടിൽ പോകുമ്പോഴൊക്കെയാണ് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കുന്നത്. നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ രാമശ്ശേരി ഇഡ്ഡലി കിട്ടിക്കഴിഞ്ഞാലോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാൻ പൊന്നിയരി വേണം, കുത്തരിയും പൊന്നിയരി വേണം, അതേപോലെ പച്ചരിയും പൊന്നിയരി വേണം. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും വേണം. കുറച്ച് ഉലുവ എന്ന് പറഞ്ഞൊരു 1/2 ടീസ്പൂൺ. അപ്പം ഞാൻ 2 ഗ്ലാസ് കുത്തരി ഇട്ടിട്ടുണ്ട്, 2 ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് 1 ഗ്ലാസ്. ഇതാണ് ഇതിൻ്റെ കണക്ക്. 5-6 മണിക്കൂർ കുതിരാൻ വെക്കണം. ആദ്യം തന്നെ നമ്മൾ കഴുകി വെക്കണം, എന്നിട്ട് ലാസ്റ്റ് ഉള്ള വെള്ളമാണ് നമ്മളിട്ട് അരയ്ക്കുന്നത്, അല്ലാതെ വേറെ വെള്ളമല്ല. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഉഴുന്നാണ് ആട്ടിയെടുക്കുന്നത്. ഒന്നിച്ചിട്ട് ആട്ടാൻ പാടില്ല. ആദ്യം ഉഴുന്ന് ആട്ടണം, അത് കഴിഞ്ഞിട്ട് വേണം അരി ആട്ടാൻ. ഇത് നോക്കിക്കേ, ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അധികം വെള്ളവും ഉഴുന്ന് അരയ്ക്കുമ്പോൾ ചേർക്കാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഉഴുന്നരച്ച് വരുമ്പോൾ. ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കാൻ നോക്കണം. അതിന് ശേഷം നമുക്ക് അരി അരയ്ക്കാനിടണം. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തരിയുണ്ട്, പച്ചരി. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇട്ട് അരയ്ക്കുന്നത്. അരിയും നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ കല്ലിൽ അരയ്ക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. മിക്സിയിൽ അരയ്ക്കരുത്, കഴിവതും നമുക്ക് കല്ലിൽ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ നല്ലൊരു സ്പൂണ് വെച്ച് ഈ ഉഴുന്നും അരിയും കൂടെ അരച്ചത് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ലാസ്റ്റ് നമ്മളുടെ കൈ കൊണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നോക്കിയാൽ പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ്. ഞാൻ വൈകുന്നേരമാണ് അരച്ച് വെച്ചത്. ആവശ്യത്തിന് നല്ല പുളിച്ചിട്ടുമുണ്ട്, നല്ല പൊങ്ങിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ പകുതി വരെയുള്ളായിരുന്നു നമ്മൾ അരച്ച് വെച്ചത്. ഇപ്പം നോക്കിയേ, അതിൻ്റെ ഫുള്ളായിട്ട് നല്ല പുളിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മാവെടുത്തിട്ട് അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൽ വേറെ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഒരു വാഴയില എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നല്ല പുരട്ടി കൊടുക്കും. പുരട്ടിയിട്ട് നമ്മൾ സ്റ്റീമർ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിത്തട്ടിൻ്റെ അടിയിൽ തന്നെ ഒരു സ്റ്റീമർ കിട്ടുമല്ലോ, അതിനകത്ത് നമ്മൾ വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഡ്ഡലിത്തട്ട് നല്ല ചൂടാക്കണം. അപ്പോൾ സ്റ്റീം നല്ല വരും. എന്നിട്ട് അതിലിങ്ങനെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് ആവിയിൽ കിടന്ന് നല്ല ഇഡ്ഡലി പോലെ വേവും. കുറച്ച് ഷേപ്പിനൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസിയാണ്. നമുക്ക് ഓരോ ഇഡ്ഡലിയായിട്ട് ആ ഇലയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ, ഈ സ്റ്റീമറിലായതുകൊണ്ട്. പക്ഷേ എളുപ്പം വെന്ത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവി അടിച്ചാൽ മതി. നമ്മളിങ്ങനെ പരത്തിയല്ലേ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്, അപ്പോൾ പെട്ടെന്നാകും. അപ്പോൾ ഇതിന് ഞാൻ തക്കാളി ചട്നിയും പൊടിയും ഇഡ്ഡലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിപ്പൊടി ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്കപ്പം രാമശ്ശേരി ഇഡ്ഡലി ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഒരു ഇഡ്ഡലി എടുത്ത് കുറച്ച് ഇഡ്ഡലിപ്പൊടിയും എടുത്തു. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ പൊടിക്കകത്താണെങ്കിൽ മിക്സ് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ സമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. തക്കാളി ചട്നി ഇത് രണ്ടും കൂടെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ ഇഡ്ഡലി കൊണ്ട് ഞാൻ ബട്ടർ പൊടി ഇഡ്ഡലിയും ഉണ്ടാക്കി. എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ബട്ടർ നല്ല തേച്ച് കൊടുത്തിട്ട് ഈ പൊടിയും കൂടെ, അതായത് ഇഡ്ഡലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ് ഇതും. അപ്പം നമുക്ക് ഈ ഇഡ്ഡലി കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.